നമസ്കാരം, ധാര ആൻഡ് സുരഭി. ഐ എം ജോമോൻ പി ജോൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കുമ്പോഴുള്ള സാമാന്യ മര്യാദകൾ അല്ലെങ്കിൽ എറ്റിക്കറ്റ്സ്. കാരണം നമ്മൾ മലയാളം പോലെ ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർക്ക് കേൾക്കുന്നതൊക്കെ ഒരുമാതിരി ചൊറിച്ചിൽ തോന്നും, ഇഷ്ടപ്പെടണമെന്നില്ല. എക്സാമ്പിൾ, നമ്മളിപ്പം വഴി കാണുന്ന ഒരാളോട് പോയിട്ട് കം ഹിയർ എന്ന് പറയാൻ പറ്റും? ഇവിടെ വാ ഇങ്ങനെ പറയാൻ പറ്റില്ല. സോ ഒരാളോട് ഒരു പേന, നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ഒരു പേന കടം ചോദിക്കും, എങ്ങനെ ചോദിക്കും? ഗിവ് യുവർ പെൻ എന്ന് പറയാൻ പറ്റുമോ? അപ്പം എങ്ങനെ പറയാൻ പറ്റും? എക്സ്ക്യൂസ് മീ. ആ, can I borrow your pen? അല്ലെങ്കിൽ could I borrow your pen for a minute? സി കണ്ടോ, അവിടെ could ആഡ് ചെയ്തു, പ്ലീസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. അപ്പം എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പം എങ്ങനെയൊക്കെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും? ഹായ്. ഹായ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എന്തുവാ? HI. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഹായ് എഴുതുന്നത് HAI ആണ്, അല്ലേ? HI ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. ഹായ് എന്ന് പറയണ്ട, ഹായ്. ഓക്കെ, അല്ലേ? നമുക്ക് എന്ത് പറയാം? ഹലോ. ബോത്ത് ആർ ഫൈൻ. പിന്നെ മോർണിംഗിൽ നമ്മൾ ആരെ ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ്, ഗുഡ് ഈവനിങ്, നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ള പ്രപ്പോസിഷൻസ് എന്തൊക്കെയാണ്? ഐ സോ ഹിം, ഓൺ ദ മോർണിംഗ് ആണോ, ഇൻ ദ മോർണിംഗ് ആണോ, അറ്റ് ദ മോർണിംഗ് ആണോ? എന്തോ സോ ഹിം ഇൻ ദ മോർണിംഗ്, ഇൻ പറഞ്ഞ പ്രപ്പോസിഷൻ. ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഈവനിങ്ങോ? ഇൻ ദി ഈവനിങ്. പക്ഷെങ്കിൽ നൈറ്റിന് മാത്രം എന്ത് വരും? അറ്റ് നൈറ്റ് എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് പ്ലീസ്, വുഡ്, കുഡ്. ഈ വില്ലും ക്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിന് കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് വുഡ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറഞ്ഞുതരാമോ? Could you please ഓപ്പൺ ദ ഡോർ. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോർ തുറക്കാമോ? അതേസമയം ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്തോ, അത് കമാൻഡ് അല്ലേ? ഡോർ തുറക്കടാ എന്നാണ് അതിൻ്റെ മീനിങ്, കേൾക്കുന്ന ആക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെളിരാജ്യങ്ങളിലുള്ളവരൊക്കെ സംസാരിക്കുമ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം. ആരോടാണ് പറയുന്നത്, നമ്മുടെ തരത്തിലുള്ളവരാണോ, അതൊക്കെ കണ്ടിട്ട് നമുക്ക് പറയാം. കുഡ് യു ഓപ്പൺ ദ ഡോർ, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. കുറച്ചും കൂടെ പ്ലീസ് ആഡ് ചെയ്ത് പറയാം. ഓക്കെ, വുഡ് ആഡ് ചെയ്താലോ? വുഡ്. ഈ കുഡും വുഡും എന്ന് പറഞ്ഞാൽ, കുഡ് നമ്മുടെ കഴിവിനെ കാണിക്കുന്നു, വുഡ് എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ്സിനെ കാണിക്കുന്നു, അല്ലേ? അപ്പം നിനക്ക് ചായ വേണോ എന്നെങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, നമുക്ക് അന്നേരം അവരോട് ഒരു ഗ്ലാസ് ചായ വേണോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? വുഡിൻ്റെ കൂടെ നമുക്ക് ലൈക്ക് വയ്ക്കാം. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? ഒരു ഗ്ലാസ് ചായക്ക് എങ്ങനെ പറയാൻ പറ്റും? എ കപ്പ് ഓഫ് ടീ. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, അല്ലേ? അപ്പോൾ നമ്മളോടൊരാൾ ചോദിക്കുന്നു, അപ്പോൾ ഷുവർ, നമുക്ക് വേണമെന്നിങ്ങനെ പറയാൻ പറ്റും? അത് ഓക്കെ എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ഷുവർ എന്ന് മാത്രം. താങ്ക് യൂടെ പറയാം, അല്ലേ? ഷുവർ, താങ്ക് യു സോ മച്ച്, ഷുവർ, താങ്ക് യു. ഇല്ല, നമുക്ക് വേണ്ട എന്നെങ്ങനെ പറയാം? നോ എന്ന് പറഞ്ഞാൽ മതിയോ? നോ എന്ന് പറയാം, പക്ഷേ കുറച്ചും കൂടെ പൊളൈറ്റ്നെസ്സിന് ആഡ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ പറയാൻ പറ്റും. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? നോ, താങ്ക് യു, ബട്ട് നെക്സ്റ്റ് ടൈം I'll have it next time. I will pass, അല്ലെങ്കിൽ വേറെ I will pass this time. I'll pass this time എന്ന് പറഞ്ഞാൽ എന്തോ, ഈ സമയം വേണ്ട. I will pass this time. ഈ പാസ് ചെയ്യാന്ന് പറയത്തില്ലേ, പാസ് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ പ്രാവശ്യം. നോ, താങ്ക് യു. പക്ഷേ അതിൻ്റെ അകത്തിലെ എന്താ പറയുക, ഇൻറ്റോണേഷൻ, നമ്മുടെ ആ പറയുന്നതിൻ്റെ ശൈലി വളരെ നല്ലതായിട്ടിരിക്കണം, ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്, അല്ലേ? ഇവ തന്നെ നമ്മൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ നമുക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ സംസാരിക്കും? ഇടയ്ക്ക് ഇടിച്ച് കയറി സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങേണ്ടത് എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ. അപ്പോൾ എക്സ്ക്യൂസ് മീ, ഡു യു നോ ഹൗ ടു ഗോ ടു ട്രിവാൻഡ്രം? അല്ലെ, കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു ഗോ ടു ട്രിവാൻഡ്രം? കുഡ് യു ഷോ മീ ദ വേ? നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റും. അന്നേരം തന്നെ ആ എക്സ്ക്യൂസ് മീ എന്നുള്ളതിൻ്റെ അതിൽ ടോൺ ശ്രദ്ധിക്കണ്ടായി. എക്സ്ക്യൂസ് മീ, സി, അത് എൻക്വയറിയാണ്. എക്സ്ക്യൂസ് മീ, എൻക്വയറി അല്ലേ? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ എന്താടാ എന്നുള്ള ഇല്ലേ, ടോൺ മാറിയില്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ
ഈ കാര്യങ്ങൾ പറയാം. സെയിം സാധനം തന്നെ നമ്മുടെ ടോൺ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറുന്നതിനനുസരിച്ച് മീനിങ് മാറിക്കൊണ്ടിരിക്കും. സെയിം സാധനം തന്നെ, രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം. പിന്നെന്താ, ഒരാളിപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുകയാണ്, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്ത് പറയണം? ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് എങ്ങനെ ചോദിക്കുന്നത്? എങ്ങനെ? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? എന്നിട്ട് അവർ മാറും. അത് നമ്മൾ സൈഡിൽ ഇങ്ങനെ കയറി പോകേണ്ട കാര്യമാണ് അല്ലേ? എക്സ്ക്യൂസ് മീ, നമ്മൾ സാറിന് എങ്ങനെയല്ലേ ചെയ്യുന്നത്? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മതി, ഒരു എൻക്വയറി പോലെ. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, സി എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ്, എക്സ്ക്യൂസ് അല്ല, യെസ് അല്ല പറയണ്ടേ, എക്സ് വരണം അവിടെ. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ആ എക്സ് ശരിക്കും ഉറക്കെ പറയണം. പിന്നെ എന്താണ് എക്സ്ക്യൂസ് മീ? അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ചിലർ നമ്മൾ എക്സ്ക്യൂസ് മീ പറയുന്നു, ചിലർ നമ്മൾ പാർഡൻ പറയുന്നു, ചിലർ നമ്മൾ സോറി പറയും. ഫസ്റ്റ് ഓഫ് ഓൾ സോറി എന്നുള്ള പരിപാടി നിർത്തിയിട്ട് ആരാ സോറി ഇവിടെ? ഹൂ ഈസ് സോറി? ഐ ആം സോറി എന്ന് പറഞ്ഞൂടെ? അതല്ലേ ബെറ്റർ? വേറെ ആരുമല്ലല്ലോ സോറി ഉള്ളത്. ഐ ആം സോറി. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ എക്സ്ക്യൂസ് മീ ഉപയോഗിക്കേണ്ടത്, സോറി പറയേണ്ടത്, അല്ലെങ്കിൽ പാർഡൻ പറയേണ്ടത്? ഫസ്റ്റ് നമ്മൾ എടുക്കാം എക്സ്ക്യൂസ് മീ. കുറച്ച് ഒക്കേഷൻസ് നോക്കാം. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുത്തൻ കയറി നിൽക്കുന്നു, അപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തേത്, ഇപ്പം ഒരാൾ ഇങ്ങനെ ഇടിച്ച് കയറി വരുന്നു, അപ്പം നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. എക്സ്ക്യൂസ് മീ, വാട്ട്സ് എ പ്രോബ്ലം ഇല്ലേ? എക്സ്ക്യൂസ് മീ, വെർ ആർ യു ഗോയിങ്? എവിടെ പോകുന്നത്? എവിടെ ഇടിച്ച് കയറി പോകുന്നത്? എക്സ്ക്യൂസ് മീ, സേ എൻക്വയറി പോലെ. എക്സ്ക്യൂസ് മീ, സീ നമ്മുടെ ഫേസ് എക്സ്ക്യൂസ് മീ, വാട്ട്? എക്സ്ക്യൂസ് മീ, വെർ ആർ യു ഗോയിങ്? സീ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും. പിന്നെ വേറെ എവിടെ ചോദിക്കാൻ പറ്റും? എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് ചോദിച്ചൂടെ? എൻക്വയറി ഇപ്പം നമ്മൾ വഴിയിൽ ഒരാൾ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എവിടെയാണെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? എക്സ്ക്യൂസ് മീ, വേർ ഈസ് ദ എന്ത് ബ്ലോക്ക് ആയിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടെ എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഈസ് അല്ലേ? അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഈസ്, കുഡ് യു ഷോ മീ ദ വേ ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ എൻക്വയറിക്ക് വേണ്ടി നമ്മൾ എക്സ്ക്യൂസ് മീ എന്നുള്ള രീതി കണ്ടോ? അതിൻ്റെ അതിലെ ടോൺ കണ്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഇൻറ്റോണേഷൻ മേപ്പോട്ട് പോകും, നമ്മുടെ ആ സൗണ്ട് ഒരു ചന്ദ്രക്കലയിരുന്നു. എക്സ്ക്യൂസ് മീ, യെസ്. അതേസമയം ഞാനും വേറെ ആളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യു കോൾ മീ, അപ്പോൾ എനിക്ക് അത് നിർത്തിയിട്ട് ഐ ഹാവ് ടു സ്പീക്ക് ടു യു, വേറെ ആൾ സംസാരിക്കണം. അപ്പോൾ നമ്മൾ ഇവരോട് എന്ത് പറയും? എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ നമുക്കൊരു ഫോൺ കോൾ വരുന്നു, അപ്പോൾ നമ്മൾ എന്ത് പറയും? അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. കണ്ട അതിൻ്റെ ടോൺ കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ എന്നല്ല, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ലെറ്റ് മീ അറ്റൻഡ് ദ കോൾ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ എന്ന് വരുന്നില്ല അവിടെ. ചന്ദ്രക്കൊല്ലം മേപ്പോട്ട് പോകുന്നോ? ഇല്ല. സി, വളരെ വ്യത്യാസമാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പം പതിവായി ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാവും. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, കണ്ടോ? എക്സ്ക്യൂസ് മീ അല്ല അവിടെ. കിട്ടിയത്? യെസ്, ദാറ്റ്സ് നൈസ്. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞു, ബാക്കിയുള്ളവർ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളെ എക്സ്ക്യൂസ് ചെയ്യണം, നമുക്ക് എണ്ണിക്കണം. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങോട്ട് മാറിപ്പോണം. എക്സ്ക്യൂസ് മീ, അല്ല അത് ഷോർട്ടാണ്. എക്സ്ക്യൂസ് മീ എന്നല്ല, നീട്ടമില്ല അവിടെ. എക്സ്ക്യൂസ് മീ. പിന്നെ ഏത് സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഒരു ക്ലാസ് ലേറ്റ് ആയിട്ട് വരുമ്പോഴൊക്കെ ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സോ നമ്മളപ്പോൾ പറയണമല്ലോ, വി ക്യാൻ സേ എക്സ്ക്യൂസ് മീ, എന്നിട്ട് നമുക്ക് അകത്തോട്ട് ചെയ്യാം. നമുക്ക് അകത്തോട്ട് കയറുന്ന നേരത്തെ മേ ഐ കം ഇൻ എന്ന് നമുക്ക് ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ കം ഇൻ? മേ ഐ കം ഇൻ? കാരണം നമ്മൾ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുവരെ നമ്മൾ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സാധാരണ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കയറി പറയും എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് ഓക്കെ, ക്യാൻ ഐ കം ഇൻ? യെസ്, ഗുഡ്. ഓൾവേസ് ലുക്ക് ഫോർ ദറ്റ് ഗ്യാപ്പ്. പിന്നെ ഏതാണ് അവസരമുള്ളത്? എക്സ്ക്യൂസ് മീ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ എക്സ്ക്യൂസ് മീയും ഐ ആം സോറിയും പാർഡനും തമ്മിലുള്ള വ്യത്യാസം എന്തോ? ഈ പാർഡൻ എന്ന് പറഞ്ഞാൽ എന്ത്? കാട്ടമാക്കുന്നതല്ലാണോ? പാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? പാടാൻ പോകണോ? പിന്നെന്തോ? പാർഡൻ, PARDON. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമുക്ക് ആറിൻ്റെ അപ്പുറത്ത് ഒരു കോൺസണൻറ്റ് സൗണ്ട് ഉണ്ടെങ്കിൽ ആറ് പറയത്തില്ല. PARD അല്ലേ? ഡി കോൺസണൻ്റ് ആണോ വാലാണോ?
ഡി. ഡി. എ ഇ ഐ ഒ യു സൗണ്ടാണ് വയൽ സൗണ്ട്സ്. ഡി അന്നേരം എന്തായിരിക്കും? അതിൻ്റെ ഇതിലില്ലല്ലോ. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ടാണ് ഡി, പി, ടി ഇതൊക്കെ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയത്തില്ല? ആറ് പറയത്തില്ല. അപ്പം പാഡൻ. പാഡൻ. അപ്പം പി അവിടെ സ്ട്രെസ് ചെയ്യുക. പി എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഫ സൗണ്ട്. ഫ സൗണ്ട്. സി പാഡൻ. യെസ്, കണ്ടില്ലേ? അല്ലാതെ പാടാൻ അല്ല. പാടൻ മീ. അത് പറഞ്ഞ പാഡൻ. എല്ലാം ആ പ്രൊനൗൺസിയേഷൻ ആണല്ലോ, ഉച്ചാരണമാണ്. നമ്മുടെ വെബ്സൈറ്റിലുണ്ട് IPA പഠിപ്പിക്കുന്ന ഒരു പേജുണ്ട്, ഇൻ്റർനാഷണൽ ഫൊണറ്റിക് ആൽഫബറ്റ്. IPA നമ്മുടെ GoLTC.in അവിടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റും അതിൻ്റെ ഓരോ ഉച്ചാരണം. അതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ അതിൽ A to Z നമുക്ക് ഈ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് ഇല്ലേ? നമുക്ക് സ്കൂളിൽ പോയാൽ A for apple, B for banana എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതങ്ങനെയല്ല. അതേസമയം വെളി രാജ്യങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് എല്ലാം ഇങ്ങനെ അ, ബ, ഖ, W സൗണ്ട്, വ, ഛ, അങ്ങനെ. അപ്പം നമുക്ക് ആ ആൽഫബറ്റിൻ്റെ സൗണ്ട് പഠിക്കണം. അല്ലാതെ A for apple പഠിച്ചിട്ട് ഒരു ഗുണമില്ല. ആൽഫബറ്റിൻ്റെ സൗണ്ട് പറഞ്ഞാൽ നമുക്കത് ഉച്ചരിക്കാൻ പഠിക്കും. A, P, P, L, E. ആ, പി എന്തുവാ? ഫ, അപ്പ്. എൽ എന്തുവാ? ല. ഇ, അ സൗണ്ട്. ആപ്പിൾ. ബനാനാസ്. Yeah, bananas. Say b sound, കണ്ടില്ലേ? b. Banana. I want bananas. Say bananas. So അങ്ങനെയാണ് നമ്മുടെ ഉച്ചാരണം ശരിയാവുന്നത്. നമുക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഒക്കെ മാറുന്നത് എല്ലാം അങ്ങനെയാണ്. അല്ലാതെ വായിൽ ചൂട് കൊഴുക്കട്ട ഇട്ടിട്ട് സംസാരിച്ചാൽ വരത്തില്ല. അത് ഒരുമാതിരി ഫേക്ക് ആക്സെൻ്റ് ആണ് അല്ലേ? ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴേ നമുക്ക് ഒരുമാതിരി ചൊറിയുന്നു. കേട്ടിട്ടുണ്ടോ ആൾക്കാർ സംസാരിക്കുന്നത്? എന്നുവെച്ചാൽ നമുക്ക് നാച്ചുറലി ഫൊണറ്റിക്സ് പഠിച്ചാൽ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് അതൊക്കെ അറിയും. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കൂടെ എല്ലാ കോഴ്സിൻ്റെ കൂടെ അത് വരുന്നതാണ്. ഓൾറൈറ്റ്, ബാക്ക് ടു യുവർ ടോപ്പിക്. Pardon. Sound. Power. There's no power here. Power. അല്ലേ? Power എന്തോ? കറണ്ട് ഇല്ല. Power. The power. Popular. Particular. Police. Pencil. Picture. I like the picture. Picture, അതൊക്കെ മാറ്റിയിട്ട് we can pronounce it. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരും നമുക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടൊരു താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര. Pig. Are you calling me a pig? എടാ പന്നി എന്നാണ് വിളിച്ചത്. Pig. That's a good example. All right. Now, പാഡൻ പറയേണ്ടത് ഇപ്പം തന്നെ പാഡൻ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് തന്നെ ഫൊഗീവ്നെസ്. ഫൊഗീവ് എന്നാണ്. ഫൊഗീവ് എന്ന് പറഞ്ഞാൽ എന്തോ? ക്ഷമിക്കുക. മറ്റേ ഫൊഗേറ്റ് ആണ്, മറക്കുക. ഫൊഗീവ്. ദ കിങ് പാഡൻ ദ ടെററിസ്റ്റ് ഓർ ദ പൈററ്റ്സ്. കിങ് എന്ത് ചെയ്തു? ഒഫീഷ്യലി പാഡൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു. സമയം ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യു സേ സംതിങ് പറഞ്ഞു, പക്ഷെ ഞാനത് കേട്ടില്ല. ക്ഷമിക്കണം, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇന്ന് മലയാളത്തിൽ പറയത്തില്ലേ, ക്ഷമിക്കണം ഒന്നുകൂടെ പറയാമോ? അപ്പോൾ നമ്മളങ്ങനെ ഒഫീഷ്യലി അല്ലെങ്കിൽ പൊളൈറ്റ്ലി ഫോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പാഡൻ. അപ്പോൾ അവിടെ ക്ഷമിക്കണമെന്നൊന്നും എടുത്ത് പറയണ്ട, എല്ലാം എൻ്റെ ഇതിലുണ്ട്. പാഡൻ എന്തായിരുന്നു? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ അതിൻ്റെ ഇൻറ്റോണേഷൻ നോക്കിയാണ്. പാഡൻ എന്നല്ല, പാഡൻ ഒരു എൻക്വയറിയാണ് അവിടെ വരുന്നത്. പാഡൻ ഇത്ര തീർന്നു. പാഡൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്നതൊക്കെ മനസ്സിലാവും. ഇയാൾ കേട്ടില്ല, റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയും. പാഡൻ, യാ ഷുവർ എന്ന് പറഞ്ഞിട്ട് അവർ പറയും പാഡൻ. യെസ്, അവിടെയാണ് നമ്മൾ. അല്ലാതെ സോറി എന്നവിടെ കയറി പറയണോ? ദാറ്റ്സ് നോട്ട് ഗുഡ്. കംസ് ടു സോറി അല്ല, സോറി. റ് സൗണ്ടാണ്. ആർ റ്. Sorry. R. See, can you try that? R. Yeah, R. Yeah. Reach. Right. Yes, right. You're right. R sound. Okay. Now, where were we? I lost the train of thoughts. Pardon. അത് കഴിഞ്ഞിട്ട് സോറി പറയണ്ടേ. അപ്പം നമ്മൾ I am sorry പറയുന്നതാണ് better. I'm sorry. നമുക്ക് പറയാം. അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് പറയാം, സോറി പറയാൻ പറ്റും. ഐ എം സോറി, ഐ എം ലേറ്റ് അല്ലേ? ക്ഷമിക്കണം ഞാൻ. പാർഡൺ, ഐ എം ലേറ്റ്. എക്സ്ക്യൂസ് മീ, ഐ എം ലേറ്റ്. അതെല്ലാം പറയും. ബട്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം.
നമ്മൾ അറിയണം അത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന്. യെസ്, സോറി തന്നെ ഡിഫറെൻ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ടൈമിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു ക്ഷമ പറയുമ്പം സോറി പറയാൻ പറ്റും. അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ ഒരു എമ്പതി കാണിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പം നമ്മളോട് ഒരാൾ പറയുകയാണ് അവർ താഴെ വീണ് കാലൊടിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കാറ് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ ആരും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ കൊള്ളാമെന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു ഐ എം സോറി. അതായത് ഫുൾ ഫോം പറഞ്ഞാൽ ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, എനിക്കത് കേട്ടതിൽ വിഷമമുണ്ട്. ഓ ഐ എം സോറി ടു ഹിയർ ദാറ്റ്, ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഫുൾ ഫോം ഐ എം സോറി ടു ഹിയർ ദാറ്റ്, അല്ലെ ഐ എം സോറി. അപ്പോൾ കേൾക്കുന്നതൊക്കെ പറയാം കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, എന്നിട്ട് അവർ കണ്ടിന്യൂ ചെയ്യും ഐ എം സോറി. അപ്പോൾ അത് നമ്മൾ ആ കോൺവെർസേഷനിൽ വളരെ ഇൻവോൾവ് ആണ്, നമ്മളവരെ പറ്റി കെയർ ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഐ എം സോറി. ഓക്കെ, അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, എംപതൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പാർഡൻ നമ്മൾ കണ്ടു, എക്സ്ക്യൂസ് മീ കണ്ടു, സോറി കണ്ടു. പിന്നെന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപചാര മര്യാദകളുടെ അതിൽ? താങ്ക് യു സൗണ്ട് അല്ലേ, അവിടെ സൗണ്ടാണ് താങ്ക് യു. നമ്മുടെ രണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് നാക്ക് വന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യണം, സൗണ്ട് ഫൊനറ്റിക്സ് വരുന്ന സൗണ്ട്. താങ്ക് യു തന്നെ നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് താങ്ക്സ് പറയണം. താങ്ക്സ് ഇച്ചിരി കുറച്ച് ക്യാഷ്വലാണ്, താങ്ക് യു കുറച്ചുകൂടെ ഫോമലാണ് അല്ലേ, നമ്മൾ ഫുൾ മീനിങ് ഫുള്ളായിട്ട് പറയുന്നതാണ് താങ്ക് യു. അപ്പം ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ അവർ നമ്മളോട് പറയാം താങ്ക് യു. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പല രീതിയിൽ. ഒന്ന് തിരിച്ച് അവരും നമ്മളെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ നമുക്കും ഒരു ഗുണകരമായൊരു പ്രവൃത്തിയായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, താങ്ക് യു. നമ്മൾ ആ യു എടുത്ത് നിനക്കും നന്ദി. അതേസമയം നമ്മൾ മാത്രം അവരെ ഹെൽപ്പ് ചെയ്തെങ്കിൽ താങ്ക് യു പറയേണ്ട കാര്യമുണ്ടോ? ഒരാൾ നമ്മളോട് 10,000 രൂപ ചോദിച്ചു, നമ്മൾ അവർക്ക് 10,000 രൂപ കൊടുത്തു, അവർ താങ്ക് യു പറഞ്ഞു, നമ്മൾ തിരിച്ച് താങ്ക് യു എന്ന് പറയുമോ? അവിടെ അത് മാച്ചല്ല അവിടെ. അതേസമയം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു, അത് നമുക്കും ഗുണകരമായി, അങ്ങനെ ഒരു സെറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, താങ്ക് യു. അവർക്ക് താങ്ക് യു എന്ന് വെറുതെ പറയും, അല്ലെങ്കിൽ നിനക്ക് നന്ദി എന്നെടുത്ത് പറയാൻ പറ്റും. താങ്ക് യു യു എടുത്ത് പറയാൻ പറ്റും. അല്ല കുഴപ്പമില്ല എങ്ങനെ പറയാൻ പറ്റും, താങ്ക് യു എന്ന് പറയാൻ പറ്റും. വേറെ രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും, കുഴപ്പമില്ല നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നോ മെൻഷൻ എന്ന് പറഞ്ഞാൽ നോ നീഡ് ടു മെൻഷൻ, പ്രത്യേകിച്ച് പറയണ്ട, അതൊന്നും പറയണ്ട, ആ എടുത്ത് പറയുന്നതും വേണ്ട. നോ മെൻഷൻ, നോ നീഡ് ടു മെൻഷൻ, നോ മെൻഷൻ അല്ലേ, നോ മെൻഷൻ ചെയ്യുന്ന എന്താ പറയാന്നല്ലേ, ഡോണ്ട് മെൻഷൻ ഹിസ് നെയിം, അവൻ്റെ പേര് ഇവിടെ പറയാം. പോളണ്ടിനെ പറ്റി പറയല്ലേ. ഓക്കെ, വേറെന്താണ്, യു ആർ വെൽക്കം അല്ലേ, യു വെൽക്കം, യു ആർ വെൽക്കം. ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് യു ആർ ഷോർട്ടായിട്ട് എന്താ പറയുക, യോ വെൽക്കം. യു ആർ എന്ന് നമ്മൾ പറയുന്നില്ല, യോ വെൽക്കം, ഒരുമിച്ച് പറയുമ്പം നമ്മളീ മലയാളം പറയുമ്പോഴും ഇതുപോലെ കാര്യങ്ങൾ ചേർത്ത് പറയാറില്ലേ. Is the mic working? Yeah, I think it's on. Don't touch it. Let me check. Yeah, it's working. Yes. അപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പിന്നെന്താ വരുന്നു, താങ്ക് യു, യു വെൽക്കം, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ പറയാൻ പറ്റും, തിരിച്ചു പറയാം. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അനുസരിച്ച് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. താങ്ക് യു. സി സൗണ്ടാണ് താങ്ക് യു. ചില താങ്ക് യു എന്ന് പറയാനുണ്ട്, ടായ് അല്ലത്, ടായ് ആണോ അത്, സൗണ്ടാണ് അത്, തായുമല്ല സൗണ്ടാണ്. താങ്ക് യു പല വേരിയേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്. എക്സാമ്പിൾ, അമ്മ എന്ന് അങ്ങനെ പറയുന്നത്, അമ്മ എന്ന് മലയാളത്തിൽ അമ്മയാണ്, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചത്. വേറെ എങ്ങനെ പറയും, ഫുൾ ഫോം പറ, മോമിൻ്റെ ഫുൾ ഫോം എന്തോ, മദർ സൗണ്ടാണ്. അതായത് നമ്മുടെ നാക്ക് ഈ മേലത്തെ ടീത്തില്ലേ അതിൻ്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ എയർ പുഷ് ചെയ്യും. മദർ ഐ ലൈക്ക് ടു ഗോ ദേ,
ഐ ലൈക്ക് ടു ഗോ ദേ, ഐ വുഡ് ലൈക്ക് ടു ഗോ ദേ. കണ്ടോ, ദേ വരുന്നുണ്ടോ? ഐ ലൈക്ക് ടു ഗോ ദേ, ഐ വുഡ് ലൈക്ക് ടു ഗോ ഡെയർ. ദേ സൗണ്ട് ഉണ്ടോ? മദർ, there, that, this. മദർ, ഐ ലൈക്ക് ടു ഗോ ദേ. ഇന്നലെ എന്തോ പറഞ്ഞു, ആരാണ്ടത് ജന്മദിനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? സെയിം സൗണ്ട് വരും അവിടെ. എങ്ങനെ? ബർത്ത്ഡേ. ബർത്ത് അല്ലേ, ബർത്ത്. കണ്ടോ, സൗണ്ടാണ്. അതും നമ്മുടെ ഈ നാക്ക് പല്ലിൻ്റെ മേളിൽ പോകും, പുറകിൽ പോയിട്ട് ഇങ്ങനെ എയർ പുഷും. ബർത്ത്. BIRTH. R കഴിഞ്ഞിട്ട് T ആണ് വരുന്നത്, അതുകൊണ്ട് R പറയേണ്ട കാര്യമില്ല. അപ്പം എങ്ങനെ? ബർത്ത്. സൗണ്ട്. ഭൂമിക്ക് എങ്ങനെ പറയാൻ പറ്റും? Earth. We live in അല്ലല്ലോ, live on the earth. ഭൂമിയുടെ അകത്തല്ലല്ലോ, ഭൂമിയുടെ വെളിയിലല്ലേ. It's not round, it's flat. Yes. So പറഞ്ഞ് നമ്മളെല്ലാം പറഞ്ഞ് പറ്റിച്ചേക്കല്ലേ, ഭൂമി ഉരുണ്ടതാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ വി ലിവ് ഓൺ ദി എർത്ത്. സർഫസിലല്ലേ നമ്മൾ താമസിക്കുന്നത്. വി ലിവ് ഓൺ ദി എർത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഉച്ചാരണമൊക്കെ ശരിയായ ഭയങ്കര രസമല്ലേ സംസാരിക്കാൻ വേണ്ടി. ഇഫ് യു ലൈക്ക് ഇംഗ്ലീഷ്. എനിക്ക് അവിടെ വരെ പോകണം എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അവിടെ വരെ പോകണം. I want to go there. പൊളൈറ്റ് ആയിട്ട് കുറച്ച് I would like to go there. I would like to go there. എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം. I want a cup of tea. കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് എങ്ങനെ പറയാം? വുഡ് ആഡ് ചെയ്ത് I would like to have a cup of tea. എ മാറിയിട്ട് നമ്മൾ ആക്കാം. A cup of tea. Of അല്ല, of. F അവിടെ വരത്തില്ല, v സൗണ്ട് വരുന്നത്. I'd like to have a cup of tea. I'd like to have a cup of tea. Can I have a cup of tea, please? എനിക്ക് തരാമോ? Yeah. Yes, sure. Yeah. ഒരാളോട് ഇങ്ങനെയാണ് നമ്മൾ സമയം ചോദിക്കുന്നത്. Excuse me. Can you please tell me the time? Could you please tell me the time? Polite ആക്കാം. Can you please ആക്കാം. Could you please tell me the time? Yes. May I know the time? May I know what the time is? എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പിന്നെന്താണ്? I'd like to go there. I would like to go there. എനിക്ക് പോകണം എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പോകേണ്ട ആവശ്യകതയുണ്ട്. I wanted to go. I want to go. There. എന്ന് പറഞ്ഞാൽ want എന്ന് പറഞ്ഞാൽ desire ആണ്. I like to go, I want to go, സെയിം മീനിങ് ആണ്. എനിക്ക് പോകേണ്ട ആവശ്യകതയുണ്ട് എങ്ങനെ പറയാൻ പറ്റും? ആവശ്യകത. അവിടെയാണ് നമ്മൾ have to. I have to go. അല്ലേ? അപ്പോൾ ഓരോന്നിനനുസരിച്ച് ചെറിയ മീനിങ് വ്യത്യാസമുള്ളൂ. I want to go എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ടതായിട്ടുള്ള ആഗ്രഹമുണ്ട്. I like to go, എനിക്ക് ഇഷ്ടമാണ് പോകാൻ. I have to go, എനിക്ക് പോകേണ്ട ആവശ്യകതയുണ്ട്. I should go, ഞാൻ പോകണം. I will go, ഞാൻ പോകും. I ought to go, ഞാൻ പോകേണ്ടതാണ്. ഇല്ലേ? അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പോകല്ലേ എന്നെങ്ങനെ പറയും? ഞാൻ പോകേണ്ടതല്ല. I shouldn't go. Should go, I shouldn't go. You shouldn't do that. നീ ചെയ്യേണ്ടതല്ല എന്ന് പറയാൻ പറ്റും. വേറെ എന്തുവാണ് ഇതിൻ്റെ അതിൽ സാമാന്യ മര്യാദയ്ക്കകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരാൾ നമ്മളോട് ചോദിക്കുന്നു ഹൗ ഡു യു ഡു. നമ്മളെപ്പോഴും ഹൗ ആർ യു എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ചോദിക്കാം, കുറച്ചുകൂടെ ഫോർമലായിട്ട് ഹൗ ഡു യു ഡു എന്ന് പറയുമ്പോൾ ഹൗ ഡു യു ഡു. ഒന്നാമത്തെ ഡു ഹെൽപ്പിംഗ് വേർബും രണ്ടാമത്തെ ഡു മെയിൻ വേർബുമാണ്. എങ്ങനെ? ഹാവ് പറഞ്ഞേ. വായൊക്കെ നമ്മൾ വലിച്ച് കീറി പറയണം. ഹാവ് അല്ലാതെ നമ്മളെങ്ങനെയാണ് പറഞ്ഞത്? ഹൗ എന്നല്ലേ പറഞ്ഞത്? ഹൗ ആർ യു അല്ലേ? സാഹിബ് എങ്ങനെയല്ലേ പറഞ്ഞത്? ഹൗ ആർ യു ഇല്ലേ? ഹൗ ആർ യു. യെസ്. അപ്പം എങ്ങനെ പറയാൻ പറ്റും? ഹൗ ആർ യു അങ്ങനെ ചോദിക്കാം. അല്ലെ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കാം. ഇപ്പോൾ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ പറയാൻ തന്നെ? എന്നാ ഉണ്ട് വിശേഷം നമ്മൾ ചോദിക്കുമ്പോൾ സാറിന് നമ്മളെങ്ങനെ തിരിച്ചു പറയുന്നത് മലയാളത്തിൽ? എന്നാ ഉണ്ട് തിരിച്ച് പറയാമല്ലോ. ഐ എം ഫൈൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് എന്നാ ഉണ്ടെന്ന് ചോദിക്കില്ല. ഹൗ ഡു യു ഡു. അപ്പോൾ നമുക്ക് തിരിച്ച് പറയല്ലോ ഹൗ ഡു യു ഡു. തിരിച്ച് ചോദിക്കല്ലോ സെയിം ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഡു തിരിച്ച് തന്നെ ചോദിക്കാം.
യു ഡോണ്ട് ഹാവ് ടു റിയലി സേ ഐ ആം ഫൈൻ എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല. ഐ എം ഫൈൻ, ഐ എം ഓൾ റൈറ്റ്, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, തിരിച്ച് ചോദിക്കാം ഹൗ ഡു യു ഡു, അല്ലെങ്കിൽ ഐ എം ഫൈൻ, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ എം ഓൾ റൈറ്റ് നിങ്ങൾക്ക് ചോദിക്കാം. ഹൗ അബൌട്ട് യു, ഹൗ അബൌട്ട് യു എന്ന് പറഞ്ഞാൽ എന്തോ, ഹൗ അബൌട്ട് യു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അബൌട്ട് യു എന്ന് നമുക്ക് ചോദിക്കാം. വാട്ട് അബൌട്ട് യു, ഹൗ അബൌട്ട് യു, നിനക്ക് എങ്ങനെ ഉണ്ട്, കാരണം ചോദിച്ച കാര്യം ഹൗ ആർ യു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ വേറെ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്, അവരോട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ പിരിയാൻ നേരത്തെ നമ്മൾ പറയുകയാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? താങ്ക് യു ഫോർ വാച്ചിങ് യൂട്യൂബ് ചാനൽ, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. യൂട്യൂബ് ചാനലിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ എൻ്റെ കയറി വന്നു തകരാറായി. You have a YouTube channel. What's the name of your YouTube channel? People can... Subi Surya. So, what's the content in that? നമ്മുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. Okay, ലൈഫിലെ കുറച്ച് കാര്യങ്ങളെ പറ്റി. That's nice. So, Subi Surya, YouTube channel. Yes. Yes. അപ്പം നമ്മൾ പറഞ്ഞാൽ മറന്നുപോയല്ലോ. നമ്മൾ ഒരാളെ കണ്ടിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. How do you do? സംസാരിച്ച് കഴിഞ്ഞ് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യുന്നു. Nice meeting you. Nice to meet you. Nice to meet you. അല്ലേ, കണ്ടതിൽ സന്തോഷം. Nice to meet you. Nice talking to you. അപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? It is nice talking to you. താരയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ താര? യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഇല്ല, ഒരെണ്ണം. എന്തായിരിക്കും യൂട്യൂബ് ചാനൽ ഇട്ട പേരെന്തായിരിക്കും? പടക്കം പൊട്ടിയെന്ന് വല്ലതായിരിക്കും, ചിരിക്കുടുക്കാന്ന് വല്ലതായിരിക്കും. ചിരിക്കുടുക്ക, മിണ്ടല്ലേ എന്ന് വല്ല വന്നോ? അങ്ങനെ ആയിരിക്കത്തില്ല. യെസ്, ഓൾവേസ് സ്മൈലിംഗ്. എങ്ങനെ ചിരിക്കാമെന്നായിരിക്കും അല്ല ഫസ്റ്റ് വീഡിയോ. ചിരിച്ചുകൊണ്ടേയിരിക്കൂ. യെസ്. ഓക്കെ, നൗ നൈസ് മീറ്റിംഗ് യു, നൈസ് ടോക്കിംഗ് ടു യു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? നൈസ് ടോക്കിംഗ് ടു യു, നൈസ് മീറ്റിംഗ് യു ഒക്കെ പറയാൻ പറ്റും. Glad to meet you. Glad to meet you. Likewise. എന്ന് പറഞ്ഞാൽ എന്തോ? Likewise എന്ന് പറഞ്ഞാൽ എന്തോ? Likewise. I'm so happy I was able to speak with you. I'm so happy that I was able to spend some time with you. എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ. എന്ന് പറയാം ഇങ്ങനെ likewise. തിരിച്ച് ആ സെൻറ്റൻസ് മൊത്തം പറയാതെ നമുക്ക് എന്ത് പറയാം? Likewise. വേറെന്തോ നമ്മൾ സാധാരണ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? See you later. See you later. എന്ന് എന്തോ? പിന്നെ കാണാം. I'll catch up with you. എന്ന് എന്തോ? I'll catch you later. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പിടിച്ചോളാം. പിന്നെ കാണാം. Same meaning. I'll catch you later. I'll catch up with you. I'll catch you later better. I'll catch you later. Then take care. Take care എന്നൊക്കെ പറയാം. See you later. Alligator. Alligator എന്ന് പറഞ്ഞാൽ എന്താ? മുതലേ അല്ലേ? See you later. See you later. See you tomorrow. നാളെ കാണാം. See you tomorrow. See you after some time. Okay. പിന്നെന്താ? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഇടയ്ക്ക് ഇന്ന് താര ഇപ്പം ചുമച്ച പോലെ നമ്മൾ ചുമയ്ക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചുമയ്ക്കുന്നു. അപ്പോൾ നമ്മൾ പാർഡൻ പറയുമോ, എക്സ്ക്യൂസ് മീ പറയുമോ, ഐ ആം സോറി പറയുമോ? 3 ഓപ്ഷനുണ്ട്. മനസ്സിലായോ സിനേരിയോ? നമ്മൾ ഒരു വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് നമ്മൾ ചുമച്ച്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പാർഡൻ, എക്സ്ക്യൂസ് മീ. ദെർ ഇസ് നോ നീഡ് ടു സേ സോറി. നമ്മൾ എന്തിനാണ് ഇവിടെ അപ്പോളജൈസ് ചെയ്യുന്നത്? എക്സ്ക്യൂസ് മീ. സി, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എക്സ്ക്യൂസ് മീ, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചുമയ്ക്കുമ്പം എല്ലാവരുടെയും വായിലോട്ട് ചുമയ്ക്കല്ലേ, നമ്മൾ കുറച്ച് ഇങ്ങനെ ചുമയ്ക്കാതായിരിക്കും നല്ലത്. ഇതെല്ലാം സാമാന്യ മര്യാദയുടെ, ഉപചാര മര്യാദയുടെ ഭാഗമാണ് അല്ലേ? അവിടെ നിൽക്കുന്നവരുടെ വായിലെല്ലാം തുപ്പലും തെറിപ്പിച്ചിട്ട് ചുമച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ പറഞ്ഞാൽ പോരെ? അതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. തുമ്മി കഴിഞ്ഞിട്ടല്ല പറയാൻ പറ്റത്തുള്ളൂ എക്സ്ക്യൂസ് മീ. അപ്പോൾ തുമ്മി എക്സ്ക്യൂസ് മീ എന്നായി പോകത്തില്ലേ? എക്സ്ക്യൂസ് മീ, എത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അവിടെ ഐ ആം സോറി എന്ന് പറയണ്ടേ? എല്ലാവരും തുമ്മുന്നതല്ലേ, അതല്ല പാവമൊന്നുമല്ല. യെസ്. സോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയണം.
എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. നല്ലതാണോ അത്? നോ. ഈ കോട്ട് ഏമ്പൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ കൂട്ടുവായും സെയിം അല്ലേ? ഓൾ ദീസ് തിങ്സ് കോട്ടായിട്ട് പറയാം മേൻ എക്സ്ക്യൂസ് മീ ഐ എം സ്ലീപ്പി എന്ന് പറയാൻ പറ്റും. അല്ല നമ്മളിങ്ങനെ ബേപ്പ് ചെയ്യാണ്. അപ്പം ചുമ്മാ ആരും കേട്ടില്ല എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യല്ലോ എക്സ്ക്യൂസ് മീ എന്ന് പറയണം. അതൊക്കെ നമ്മളൊരു മര്യാദയുടെ ഭാഗമാണ്. യെസ് എക്സ്ക്യൂസ് മീ ദാറ്റ്സ് ഓക്കെ. ഒരു ഫോൺ കോൾ വന്നാൽ എക്സ്ക്യൂസ് മീ പ്ലീസ് ഹോൾഡ് ഓൺ എ മിനിറ്റ്. ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നിൽക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പ്ലീസ് ഹോൾഡ് ഓൺ ഇല്ലേ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പ്ലീസ് ഹോൾഡ് ഓൺ. യെസ്. പിന്നെന്താണ് സാമാന്യ മര്യാദയ്ക്കകത്ത് വരുന്നത്? സാമാന്യ മര്യാദ വളരെ കുറവാണ് ഇപ്പം. യെസ്. വേറെന്തോ സെനേരിയോ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരാൾ നമ്മളോട് മറന്നുപോയ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒരു കാര്യം നമ്മൾ മറന്നുപോയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? I have forgotten എന്ന് പറയാൻ പറ്റും. മറന്നുപോയി. ഐ forgot to call you yesterday. ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി. I'm sorry I forgot to call you early. ഇല്ലേ, ഞാൻ ക്ഷമിക്കണം, ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി. Sorry I forgot to call you early. Yes. വേറെന്തോ ചിന്തിക്കാൻ പറ്റുന്നത്? സോ ഇത് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിലും ഇത് വേണം അല്ലേ? തമിഴ് ലാംഗ്വേജ് വളരെ പൊളൈറ്റാണ്. മലയാളത്തിൽ നമുക്ക് അത്രയും വരുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. നമ്മളെല്ലാം ജനറലായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ തമിഴിൽ അറിയത്തില്ലേ, ഇപ്പം നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കുന്നു. ഇപ്പം എക്സാമ്പിൾ എന്തായിരിക്കും? ഇങ്ങോട്ട് വരാൻ എങ്ങനെ പറയും? ഇങ്ങ വാങ്ക. അത് പൊളൈറ്റായിട്ട്. വാ റൂഡായിട്ട് എങ്ങനെ പറയാൻ പറ്റും? കമാൻഡായിട്ട് ഇങ്ങ വാങ്ക എന്തുവാണ്? റെസ്പെക്റ്റ്. യെസ്. കം എന്ന് പറഞ്ഞാൽ എന്തുവാ? റൂഡാണ്, കമാൻഡാണ്. പ്ലീസ് കം, വുഡ് യു പ്ലീസ് കം. സി അതൊക്കെയാണ്. വുഡ് യു ഓപ്പൺ ദ ഡോർ, കുഡ് യു ഓപ്പൺ ദ ഡോർ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്താൽ മറ്റുള്ളവർക്ക് നമ്മളോടൊരു ബഹുമാനവും മതിപ്പും ഒക്കെ തോന്നും ഇല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒക്കെ ഈ പ്ലീസും കുഡും വുഡും ഒക്കെ ആഡ് ചെയ്യണം. സെൻഡ് ദ ബുക്ക് എന്നല്ല, പ്ലീസ് സെൻഡ് ദ ബുക്ക്. അപ്പോൾ വീട്ടിലും ഒക്കെ സംസാരിക്കുമ്പം പ്ലീസ് നമ്മുടെ വൊക്കാബുലറിയിൽ വരണം. പ്ലീസ്. ഓൾ റൈറ്റ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് ഗോട്ട് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? നമ്മളെല്ലാം കവർ ചെയ്തില്ലേ ഓൾമോസ്റ്റ്? വാട്ട് അബൌട്ട് യു? Do you have anything to say? No? All right. സോ അപ്പം കൂടുതൽ വീഡിയോകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലുവൻസി ക്ലാസ്സസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS, OET, PC, ഫൊനറ്റിക്സ്, ഓൾ ദീസ് ക്ലാസ്സസ്, ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അതിൽ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഉച്ചാരണം, ഡീപ്പ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതുപോലെ ഒരു 2 minutes ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ 5 minutes ഒരാളുടെ മുമ്പിൽ നിന്ന് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കണം. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ദീസ് ആർ ഓൾസോ അവർ സ്റ്റുഡൻസ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ എങ്ങനെയുണ്ട് ക്ലാസ് വന്നിട്ട്? കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ സഭാകമ്പം അല്ലേ, സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ട് നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ടോ ആൾക്കാരുടെ മുഖത്ത് കണ്ണിൽ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. പേടിച്ചു ദൂരെ നടന്നാൽ മതിയോ ലൈഫ് മൊത്തം? ദാറ്റ്സ് നോട്ട് ഗുഡ്. നമ്മളിങ്ങനെ ലജിച്ച് നാണിച്ച് നടക്കേണ്ടവരല്ല. സോ അപ്പോൾ അതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇംഗ്ലീഷ് മാത്രമല്ല, അപ്പം അതും ഉപചാര മര്യാദകളും ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളത് നമ്മളെല്ലാം ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡിയാണ് നമ്മുടെ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട് അബ്രോഡ്, ഇന്ത്യ, ബാംഗ്ലൂർ, UK, ഓസ്ട്രേലിയ, US, എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് സർവീസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പം ഈ കോഴ്സുകളെല്ലാം ഫ്ലുവൻസി ക്ലാസ്, IELTS, OET, PT, ഇതെല്ലാം ക്ലാസ്സുകൾ, ഡ്യൂലിംഗോ ക്ലാസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് അതിൻ്റെ അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. സോ അപ്പം നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.goltc.in. ഒത്തിരിയും പ്രാക്ടീസ് മെറ്റീരിയൽ, ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഡെയിലി അവിടെ അപ്ഡേറ്റുകൾ വരുന്നതാണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നമ്മളെ ഫോളോ ചെയ്യുക.
നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പർ 9886926773, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയാലൊക്കെ നമുക്ക് കോൺടാക്ട് എടുക്കാൻ പറ്റും. വാട്സാപ്പിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. And until we see you next time, shall we wind up? Yes. All right. You guys take care. എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങളുടെ കമൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട്, നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് പറയണമെങ്കിൽ ദയവായി കമൻസിൽ എഴുതുക. നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇനിയും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് ഗുണകരമായെങ്കിൽ അതും എഴുതുക. നമുക്കതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം സുരഭി, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ക്ലാസ്. താങ്ക് യു Thara. Yeah, really enjoyed this class. I hope you guys too enjoyed. All right, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Take care guys. Bye bye.